ചികിത്സാ പിഴവ് ആരോപണവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നുവെന്നാണ് ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കൈക്കൂലി ആരോപണം ഉയർന്ന സാഹചര്യം, ദൃശ്യമാധ്യമങ്ങളിലൂടെ അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യം, അതിനെ മുൻനിർത്തി നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ വിശദമായ അന്വേഷണത്തിനും അച്ചടക്ക നടപടിക്കും വിധേയമായി 1960 KCS ചട്ടങ്ങൾ പ്രകാരം അടിയന്തരമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ആ ഉത്തരവിന്റെ പകർപ്പിപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അലക്സ് മുഹമ്മദ് ചേരുന്നുണ്ട്. അലക്സ്, ഒടുവിൽ സസ്പെൻഷൻ വിവരങ്ങൾ എന്തൊക്കെയാണ് അലക്സ്? ഉന്മേഷ, തീർച്ചയായും. അതായത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദർ, അവിടുത്തെ ആർമുകൂടിയായ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ഈ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമല്ല, ഈ ഡോക്ടർ ബിന്ദു സുന്ദർ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് ഈ സസ്പെൻഷൻ എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. അന്വേഷണ വിധേയമായാണ് ഈ സസ്പെൻഷൻ. ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ ഇന്നലെ മുതൽ കാണുന്നതാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കനത്ത പ്രതിഷേധങ്ങൾ തുടരുകയാണ്. അത് ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഈ ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കടുക്കുകയാണ്. അവർക്ക് ഇവരുടെ സസ്പെൻഷൻ, അതായത് ഈ ഡോക്ടറെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ആവശ്യമാണ് ഈ പ്രതിഷേധക്കാരെല്ലാം മുന്നോട്ട് വെച്ചത്. ആരോഗ്യവകുപ്പ് അതിന് ഒടുവിൽ വഴങ്ങുന്നു. ഈ വിഷയത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുന്നു. ഉന്മേഷ്, അലക്സ്, അപ്പോൾ ഇനി നിലവിൽ ഈ വിദഗ്ധ സംഘത്തെ അടക്കം ആശുപത്രിയിലേക്ക് നിയോഗിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ പുതിയ അന്വേഷണം എന്ന് പറയുമ്പോൾ അതിന് പുതിയൊരു സമിതി വരുമെന്നാണോ കരുതേണ്ടത് അലക്സ്? ഉന്മേഷ്, അങ്ങനെയല്ല. അതായത് ആരോഗ്യവകുപ്പ് തന്നെയാണ് ഈ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. ഈ വിദഗ്ധ സമിതി തന്നെയായിരിക്കും എന്താണ് നെടുമങ്ങാട് മെഡിക്കൽ കോളേജിൽ ഈ കുട്ടിയുടെ നവജാത ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കുക ഈ സമിതി തന്നെയായിരിക്കും. അതിനുള്ള അന്വേഷണത്തിന് മുന്നോടിയായാണ് ഈ സസ്പെൻഷൻ എന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് ഡീറ്റെയിൽഡ് എൻക്വയറി ആയിരിക്കും നടത്തുന്നത്. ഡീറ്റെയിൽഡ് എൻക്വയറി നടത്താൻ അതിൽ കഴമ്പുണ്ടെങ്കിൽ കൂടുതൽ നടപടി, ഇപ്പോൾ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയിരിക്കുന്നത് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് കടന്നേക്കും. ഉന്മേഷ്, അലക്സ്, ഇപ്പോൾ ആ ആശുപത്രിക്ക് മുൻപിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നുണ്ട്. അവിടെ CPM-ന്റെ ബഹുജന സംഘടനകൾ, നേരത്തെ DYFIയുടെ പ്രതിഷേധം, ഇപ്പോൾ അവിടെ BJPയുടെ പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ ഡോക്ടറെ മാറ്റി നിർത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യം കൂടി ഉയർന്ന ഘട്ടത്തിൽ കൂടിയാണല്ലോ ഈ സസ്പെൻഷൻ അലക്സ്? ഉന്മേഷം, നിസ്സംശയം പറയാം. അതായത് ഇന്നലെ മുതൽ ഈ പ്രതിഷേധങ്ങൾ ആശുപത്രിയിൽ കനക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ അതായത് രാത്രി വൈകിയും പ്രതിഷേധം ഇങ്ങനെ തുടർന്നു. ഇന്ന് രാവിലെയും പ്രതിഷേധം തുടരുകയാണ്. ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പോലും ഇനി ഈ ഘട്ടത്തിൽ പോലും നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആദിവാസി ഉന്നതിയിൽ നിന്നുള്ള കുഞ്ഞാണിത്. അവരുടെ ബന്ധുക്കളടക്കമുള്ളവർ സമരരംഗത്തുണ്ട്, പ്രതിഷേധവുമായി രംഗത്തുണ്ട്. മാത്രമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മലയോര മേഖല ഒന്നാകെ ആശ്രയിക്കുന്ന, അവിടുത്തെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രി. ആ ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗത്തിനെതിരെ നേരത്തെ നിരവധിയായ പരാതി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.